നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ആരായിരിക്കും ഈ എപ്പിസോഡിൽ നമ്മുടെ അതിഥി? സാധാരണ JB ജംഗ്ഷനിൽ കാണുന്ന ഒരു അതിഥിയല്ല ഇന്നത്തെ നമ്മുടെ അതിഥി. സമകാലീന രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, സാക്ഷാൽ PC ജോർജ്. അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ PC ജോർജ് JB ജംഗ്ഷനിൽ. ഇത് സത്യം പറയുന്നൊരു കവലയാണ്. ഈ പരിപാടിയിലെ ആദ്യത്തെ രാഷ്ട്രീയക്കാരനാണ് താങ്കൾ. ആദ്യത്തെ രാഷ്ട്രീയക്കാരൻ. എൻ്റെ അർത്ഥം ബ്രിട്ടാസിന് വിവരമുണ്ടെന്നാണ്. നോ ഡൗട്ട്. സത്യം പറയുന്ന കവലയല്ലേ? അതുകൊണ്ട് എന്നെയാണ് ആദ്യം വിളിക്കേണ്ടത്. ന്യായം അതാണ്. നോ ഡൗട്ട്. അതെന്താ അങ്ങനെ ഒരു ന്യായം? അതാ ന്യായം. ഞാൻ സത്യമേ പറയാറുള്ളൂ, ഒരു കള്ളവും പറയാൻ. എന്ന് മുതലാണ് ഈ സത്യം പറഞ്ഞു തുടങ്ങിയത്? എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതൽ. അതൊരു കള്ളമാണോ? അത് സത്യമാണ്. അത് സംശയം വേണ്ട. PC ജോർജ് ഒരു പ്രതിനായക പരിവേഷത്തിൽ നിന്ന് ഒരു നായക പരിവേഷത്തിലേക്ക് മാറി. ഞാനല്ല പറയണേ, നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തായ ഒരാളോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ പേര് പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിമിഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, ശ്രീ PC ജോർജിനെ ഞാൻ എൻ്റെ പരിപാടിയിൽ കൊണ്ടുവരികയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ്. രാഷ്ട്രീയ ജീവികൾ വന്നിട്ടുണ്ടാകാം, രാഷ്ട്രീയ നേതാവ് മറ്റ് സാംസ്കാരിക മേഖലയിലുള്ളവരാണ് വരാറുള്ളത്. അദ്ദേഹത്തെ ഒരു വാചകത്തിൽ താങ്കൾ ഇപ്പോഴൊന്നും നിർവചിക്കാൻ പറഞ്ഞു. പ്രതിനായക പട്ടം ഉപേക്ഷിച്ച് നായക പട്ടം എടുത്തണിഞ്ഞിരിക്കുന്ന ഒരാൾ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു വില്ലൻ പരിവേഷം മാറ്റി ഒരു നായക പരിവേഷത്തിലേക്ക് വന്നൊരാൾ. അവിടെ പ്രശ്നം ബ്രിട്ടാസ് അറിയാം. ഞാൻ എപ്പോഴും നായകനാണെന്നും ആഗ്രഹിക്കുന്നില്ല. നോ, അതൊരു മസ്റ്റൊന്നുമില്ല. പക്ഷേ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, പൊതുപ്രവർത്തനം എല്ലാം എന്നെ അറിയുന്നവർ എന്നോടൊപ്പം, എന്നെ അറിയില്ലാത്തവർ എൻ്റെ ശത്രുക്കൾ. ഞാൻ എന്ത് പറഞ്ഞാലും വിമർശന ബുദ്ധിയോടുകൂടി അത് എന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിലയിലേക്കുള്ള പ്രചരണം. ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്നെ അടിച്ചു കൊല്ലുകയില്ലായിരുന്നു. ഞാനൊരു സത്യം പറഞ്ഞതിൻ്റെ പേരില്ല. എപ്പോൾ അടിച്ചു വന്നു? എത്രയോ പ്രാവശ്യം. ഈ മാധ്യമങ്ങളെ ഇത്ര സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു രാഷ്ട്രീയക്കാരനുണ്ടോ? ഞാൻ ചോദിക്കുന്ന ബ്രിട്ടാസിനോട്, ഒരിക്കലെങ്കിലും ബ്രിട്ടാസിനോട് വിളിച്ച് ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടോ? നോ, നെവർ. ബ്രിട്ടാസ് ഏറ്റവും പ്രമുഖനായ ഒരു മാധ്യമ സുഹൃത്തല്ലേ? പറയണ്ടല്ലോ, എൻ്റെ പിള്ളേർ മുഴുവൻ PC ജോർജിനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ രാവും പകലും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിള്ളേരോട് നല്ലത് പറയുന്നു, പിള്ളേർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങുമ്പോൾ ഞാൻ ഒളിച്ചു വെക്കാതെ പറയാം. ഞാൻ ഒരുമാതിരി മാന്യമായ സാമ്പത്തിക നിലയിൽ വളർന്നൊരു ആളാണ്. എറണാകുളത്ത് തേവരയിൽ ഡിഗ്രി പഠിക്കാൻ വരുന്നിടം വരെ പ്രത്യേക രാഷ്ട്രീയമേ ഇല്ല. പക്ഷെ ഞാൻ കണ്ടു വളർന്നത് മുഴുവൻ എൻ്റെ അപ്പനിലൂടെയാണ്. അപ്പോൾ അത് എല്ലാവരും കൊള്ളാവുന്നൊരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പറയാം. എല്ലാ രാഷ്ട്രീയക്കാർക്കും നാണക്കട പറയും. എനിക്കൊരു നാണക്കടയില്ല. എൻ്റെ അപ്പൻ ആ പൂഞ്ഞ റേഞ്ച് കള്ളുഷാപ്പും പട്ടക്കടയും പൂഞ്ഞ റേഞ്ചിൻ്റെ കോൺട്രാക്ടറായിരുന്നു. അബ്കാരിയായിരുന്നു. ഞാൻ പരസ്യമായിട്ട് പറയാം, എല്ലാ രാഷ്ട്രീയക്കാർക്കും എനിക്കൊരു നാണക്കടമില്ല. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആളുകളെന്ന് പറഞ്ഞ് ജോലിക്ക് 10ഉം 400ഉം 10ഉം 500ഉം പേരാണ് ഒരു ദിവസം വരിക, ജോലിക്കാർ മാത്രം. അതിനകത്ത് ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും ഒക്കെ ഉണ്ട്. ഞാൻ ജീവിക്കുന്ന എൻ്റെ പഞ്ചായത്ത് ഈരാറ്റുപേട്ട പഞ്ചായത്തിൽ ഇപ്പം 38,000 പോപ്പുലേഷൻ, 36,500 മുസ്ലിങ്ങൾ, 1,500 ക്രിസ്ത്യാനിയും ഹിന്ദുവും കൂടെ ഉള്ളത്. ഞാൻ അങ്ങനെ അങ്ങ് വളർന്നു വന്നയാളാണ്. PC ജോർജ്, നമുക്ക് പെട്ടെന്ന് പോവുകയാണ്. താങ്കളുടെ ഇപ്പം ഈ ഒരു പരിപാടിയുടെ പ്രത്യേകിച്ച് താങ്കളുടെ വഴിത്താരയിലൂടെ ഒന്ന് പെട്ടെന്ന് പോകണം നമുക്ക്. താങ്കളുടെ മർമ്മപ്രധാനമായിട്ട് മേഖല ഇപ്പോഴത്തെ ആനുകാലിക രാഷ്ട്രീയമാണെങ്കിൽ പോലും ഒരു പക്ഷേ താങ്കളുടെ പഴയ ജീവിതത്തിലേക്കൊന്ന് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഈ പരിപാടിക്കുണ്ട്. താങ്കൾ വിദ്യാർത്ഥിയായി എറണാകുളത്ത് വരുന്നു. വളരെ തീക്ഷ്ണമായിട്ടൊരു കാലഘട്ടം. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നു, വിദ്യാർത്ഥി നേതാവാകുന്നു, രാഷ്ട്രീയ നേതാവാകുന്നു. പെട്ടെന്നൊരു പരിണാമം സംഭവിച്ചു. രാഷ്ട്രീയക്കാരനല്ലാതെ എറണാകുളത്തെത്തി രാഷ്ട്രീയക്കാരൻ്റെ വേഷം താങ്കൾ എടുത്തണിയുന്നു. പക്ഷെ ഇതൊക്കെ വീട്ടുകാർ അംഗീകരിച്ചോ? അംഗീകരിച്ചില്ല.
ഞാൻ പൊതുപ്രവർത്തകർ ഞാൻ KSC വിദ്യാർത്ഥി, കേരള കോൺഗ്രസ് വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ആളായിരുന്നു. ഞാനന്ന് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ തേവര ഹോസ്റ്റലിൽ താമസിക്കാൻ ചെന്നപ്പോൾ അവിടെ വെച്ചുണ്ടായ ഫസ്റ്റ് ഡേ റാഗിങ് ആയിരുന്നു. പക്ഷേ ഈ റാഗിങ്ങോടൊന്നും എനിക്ക് പുച്ഛം തോന്നി. ഇവനെന്താ ചെയ്യുന്നതെന്ന്. പിള്ളേരിലാണ് കൂടി ഞാൻ തമാശ രൂപത്തിൽ കണ്ടവന്മാരെ. റാഗ് ചെയ്തോ? പിന്നെ റാഗ് ചെയ്തു. എന്താ ചെയ്തേ? എന്നെ ചെയ്യാത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ചിരിച്ചോണ്ടെങ്കിൽ ഇന്ന് താങ്കൾ പലരെയും ചെയ്യുന്നതൊക്കെ അവരന്ന് ചെയ്തോ? ഇല്ല, ഞാൻ ഇന്ന് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നില്ലല്ലേ. അന്ന് അവർ റാഗി എന്ന് പറഞ്ഞാൽ പെട്ടി പോലും ഇല്ല കൊണ്ടുവന്ന്. ഭയങ്കര ബഹളവും വലിയ മാമൂസ തളിക്കുക, വെള്ളം തളിക്കുക, എനിക്ക് പേരിടും. എന്തായിരുന്നു പേരിട്ടത്? ആ പേര് പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സത്യം പറയും. പക്ഷേ ഞാൻ സത്യം പറയും, പക്ഷേ കള്ളം പറഞ്ഞില്ല. ആ പേര് പറയില്ല. എന്താ അത്ര മോശപ്പെട്ട പേരാ? അല്ല, എനിക്കത് കേൾക്കുന്ന ഒരു നാണോ ഇപ്പൊ. പേരിട്ട് ജോർജ് കേക്കട്ടെ, അറിയട്ടെ. അഭ്യർത്ഥിക്കല്ലേ. ആ അഭ്യർത്ഥന വളരെ സ്നേഹത്തോട് ഞാനൊന്ന് നിരസിക്കട്ടെ, പ്ലീസ്. അത്ര മോശപ്പെട്ട പേരായിരുന്നു? അല്ലെന്ന്, അതിനകത്ത് അർത്ഥം സുന്ദരൻ തന്ന്. സുന്ദരൻ? ആ, പക്ഷെ വേറെ വാക്കാണ്. അതുകൊണ്ടാണ് അതുകൊണ്ട് അത് പറയാൻ ആഗ്രഹിക്കാം. ആ പേര് ഞാൻ കണ്ടുപിടിക്കാൻ ഈ സാറേ എൻ്റെ പഴയ സുഹൃത്തു കൂടെ വെച്ച് അറിയാം. എന്തായിരുന്നു പറ്റി ചോദിക്കുക. പക്ഷേ അപ്പം ഞാൻ ഉദാഹരണമായിരുന്നു. ഇങ്ങനെ പിതാവിൻ്റെയും പുത്രനെയും, ക്രിസ്ത്യാനിയുടെ മാംസമൊക്കെ അല്ലേ, പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മ നാമത്തിൽ നിന്നെ ഇന്ന നാമം നിനക്ക് നൽകുന്നു എന്ന് കൈ പ്രാർത്ഥിച്ചിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ കൈകൂപ്പി നിൽക്കുക. ഇവനോടത്ത് ഞാൻ പേടിച്ചിരിക്കുന്നു. ഞാൻ കൈകൂപ്പി നിന്നു. നാമണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ അമ്മ 10 പണ്ണമുണ്ട്. ഞാൻ ഉടനെ ആമ്മേന്ന് ഒറ്റ അടിയൊക്കെ വെച്ച് കൊടുത്തു. അതോടെ ഇമ്മാരി ചമ്മി. അത് കഴിഞ്ഞ് തന്നെ ദേഹണ്ടിച്ച് ചോന്നുകൊണ്ട് പോയി 2ാം നിലയിലേക്ക്. 33 മുറി തന്നത്. ആ മുറി കയറിയപ്പോൾ ബാഗിൽ ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു അമ്മാവൻ അവിടെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ. അങ്ങനെ അടുത്ത് വന്ന് കഴിയുമ്പോൾ എൻ്റെ പെട്ടി എല്ലാം കിട്ടി. വളരെ സന്തോഷം. പിറ്റേ ദിവസം രാവിലെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഒരു മേശയിൽ പത്രങ്ങൾ വീഴാം. ആ പത്രത്തിൽ ദീപിക പത്രം കീറിക്കളയും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് കാരണം. അപ്പോൾ ഞാൻ ദീപികയ്ക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞു. അത് വെച്ച് ഒരു സംഘടനത്തിനടുത്തെത്തി. വന്ന് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ നടത്താവും. അപ്പോൾ ഞാൻ സ്ട്രോങ് നിലപാട് സ്വീകരിച്ച് കഴിയുമ്പോഴത്തേന് എന്നെ എതിർത്ത് അവർ സംഭവിച്ചതെന്താ വെച്ചാൽ വന്ന് കൂടിയ പിള്ളേർ മുഴുവൻ സത്യത്തിൽ എല്ലാം കേരള കോൺഗ്രസ് മെയിൻറ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് KSCയെ പറ്റി ചിന്തിച്ച് KSC ഉണ്ടാക്കിയത്. രാഷ്ട്രീയക്കാരനാണെന്ന് അപ്പോൾ ക്യാമ്പസിൽ വെച്ച് തീരുമാനിച്ചു. ഇനി അങ്ങനെ ആയതാ, ദാറ്റ്സ് ഓട്ടോമാറ്റിക്കൽ. അല്ല, ഞാൻ മനഃപൂർവ്വം രാഷ്ട്രീയക്കാരനായില്ലായിരുന്നെങ്കിൽ ഈ മുതൽ എവിടെയായിരുന്നു? ഞാനൊരു വലിയ ബിസിനസ്സുകാരനാകുമായിരുന്നു. ഓഹോ, സംശയം എന്താ? അതിൽ അഹങ്കാരത്തിനൊരു കുറവില്ല. അഹങ്കാരമൊന്നുമില്ല. വളരെ സ്നേഹത്തോട് പറയാം, ഞാനൊരു ബിസിനസ്സുകാരൻ. അബ്കാരിയാകുമായിരുന്നു? അബ്കാരിലേക്ക് പോയില്ലായിരുന്നു. കാരണം മദ്യം വിഷമാണെന്ന് വിശ്വസിക്കുന്നതിനെ. മദ്യം വിഷമാണ്. മദ്യപിക്കുന്ന പിതാവ് കുടുംബത്തിന് ശത്രുവാണ്. പക്ഷേ മദ്യത്തോട് അങ്ങനെ ഒരു വിരോധമൊന്നും PC ജോർജിന് ഉണ്ടോ? പിന്നെ ഞാൻ എറണാകുളത്ത് പഠിക്കുന്ന നല്ലവണ്ണം സുഖമായിട്ട് റമ്മടിക്കുമായിരുന്നു. അതിനുശേഷം അടിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തനം 76-77 ശേഷം അത് പരിമിതപ്പെടുത്തിയിട്ടുണ്ടാവും. അളവ് പരിമിതപ്പെട്ടില്ല, നിർത്തി. ഫുൾ സ്റ്റോപ്പ്. ഭാര്യ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞോ? എൻ്റെ ഭാര്യ ആ തങ്കക്കൂടം അങ്ങനെ വരും പറയുമോ? അല്ല, അത് ശരിയല്ല മക്കളെ. അങ്ങനെ ഭാര്യയെ തന്നെ വിളിച്ചതാണോ? ഭാര്യ മാത്രമേ വിളിച്ചുള്ളൂ. ഒരു സരിതേർജും ഇല്ല. പേടിക്കണ്ട. PC ജോർജ് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ഉരുത്തിരിയുന്നു. പക്ഷേ അപ്പോൾ പോലും വേണമെങ്കിൽ PC ജോർജിന് ചിന്തിക്കാം, ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്സിൽ വേണമെങ്കിൽ വലിയ സാധ്യതകളുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ വലിയ പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. ഒരുപാട് പ്രഗത്ഭന്മാരുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എറണാകുളത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ. ഒരുപക്ഷെ അങ്ങോട്ട് പോകുന്നൊരു പയറ്റിക്കൂടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒളിച്ചു നോക്കാൻ പറയാം. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയായിട്ടായിരുന്നു 80 MLA ആവുന്നു. അതിനുശേഷം ജോസഫ് ഗ്രൂപ്പിലായിരുന്നു 80 മുതൽ. 2003 ജോസഫ് എന്നെ പുറത്താക്കി പാർട്ടി. ഇന്നും ഇപ്പം ഈ നമ്മൾ ബിട്ടാസ് ഞങ്ങൾ സംസാരിക്കുന്നത് ജോസഫിനെ കൊണ്ട് പുറത്താക്കിപ്പിച്ചു. അല്ല, ജോസഫിനെ പുറത്താക്കി എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. സത്യം പറയാം. ചോദിച്ചോളൂ ജോസഫ് ഇന്നുവരെ എന്നെ പുറത്താക്കിയ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനൊരു ചർച്ചയ്ക്ക് കിടക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കൊരു പാർട്ടി സെക്കുലർ എന്നല്ല. കാരണം എനിക്ക് മറ്റൊരു പാർട്ടി ചേരാൻ കഴിയും. എന്താ സെക്കുലർ എന്ന് ഇടാൻ കാരണം എന്താണ്? എൻ്റെ മനസ്സ് സെക്കുലർ ആയതുകൊണ്ട് സെക്കുലർ എന്ന് പേര്. അത്ര വലിയ സെക്കുലർ ഒന്നും അല്ലാതെ ആൾക്കാർ 100%. സംശയം എന്താ? PC ജോർജിൻ്റെ ഒന്ന് തേച്ച് പോയാൽ ചിലപ്പോൾ ചെമ്പ് തിളങ്ങുമെന്ന് പറയുന്നുണ്ട്. ചെമ്പ് തിളങ്ങും, സ്വർണം. ചെമ്പല്ല, അവിടെ സ്വർണം തിളങ്ങും. ഒരു പക്ഷേ ഇവിടെ ഒരു ബൈറ്റിന് പ്രസക്തിയുണ്ട്. വളരെയധികം ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ് പപ്പ. കാരണം അത് വേണം. കാരണം
പി സി ജോർജ് എന്ന് പറഞ്ഞ ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ എല്ലാം തുറന്ന് പറയുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മേൽ വന്നിട്ടുള്ള ഒരു കാര്യം. അത് നല്ലൊരു കാര്യമാണ്. അത് പ്രമാണിച്ച് ഒത്തിരി പേര് ഒറ്റപ്പെടുത്തുന്നു. സത്യം പറയുന്നത് കാരണം കുറേ പേരെ ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഒത്തിരി പപ്പയ്ക്ക് ഒത്തിരി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഔട്ട് സ്പോക്കൺ ആയിട്ട് എല്ലാം തുറന്ന് ആരെയും നോക്കാതെ പറയാനുള്ളൊരു ധൈര്യം അത് എവിടുന്നാണ്? അതിന് പപ്പ കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെയായിരുന്നോ അതോ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണോ? പപ്പാന്ന് വിളിക്കുന്നതുകൊണ്ട് ധാരാന്ന് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടോ? എൻ്റെ മകളാണ്, സംശയമുണ്ട്. മകൻ്റെ ഭാര്യ? മകൻ്റെ ഭാര്യ ജഗതിയുടെ മകളാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ് മനസ്സിലായില്ല. പാർവതി. അതെൻ്റെ മകളല്ലേ, അവളല്ലേ ഇപ്പം എൻ്റെ ഭക്ഷണവും എല്ലാം ഇപ്പോൾ അവളാണ്. എൻ്റെ ജീവിതത്തിലൊരു വലിയ നന്മയായിട്ടാണ് ഞാൻ ആ കുട്ടിയെ കാണുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഓടി 2 മണിക്ക് 3 മണിക്കൊക്കെ ചോറിനാൻ വരിക. ജോലിക്കാരെങ്ങാനും ചോറ് നിന്ന് എനിക്ക് ചോറ് വിളമ്പി വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല. ഇപ്പോൾ ഒരു ദിവസം ഞാൻ വന്ന് അപ്പോൾ പാറു ഉറങ്ങുക. അപ്പോൾ ജോലിക്കാർ വേണമെന്ന് ചോറ് വെച്ച് ഞാൻ ഉണ്ട് തുടങ്ങിയപ്പോൾ ഇവളെങ്ങനെയോ ശബ്ദം കേട്ട് ഇറങ്ങി വന്നു. തീർന്നു, ഒരു ഭയങ്കര പ്രശ്നമായി. അപ്പോൾ എന്നെ ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിക്കേണ്ട പപ്പ എന്നാണ് അവിടെ ചോദ്യം. അതിന് ശേഷം അവളുള്ളപ്പോൾ അവളെ വിളമ്പി തന്നെ ഞാൻ ചോറുണ്ണാറ്. ഞാൻ വീട്ടിൽ ഉണ്ണാൻ വന്നാൽ ഇപ്പോഴും അത്. പക്ഷെ അവൾ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതെപ്പോൾ വന്ന ഈ പി സി ജോർജിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത് എങ്ങനെയാണ്? ഞാൻ ചെറുപ്പം പോലെ ഇങ്ങനെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ചെറുപ്പത്തിലും അതെ. ചെറുപ്പത്തിൽ പറഞ്ഞില്ലേ, ചുമ്മാ ഇതുപോലെ പിള്ളേരുടെ കൂടെ നടക്കില്ലേ. അപ്പോൾ അത് ഒരു തമാശയാണ്. അന്നിങ്ങനെ നടക്കുന്നു. ഞാൻ പറയാം, ഇന്നത്തെ പോലെ ആളില്ല ഞങ്ങളുടെ ആ നാട്. പക്ഷേ പി സി ജോർജ് കുറേ പ്രായം കൂടുമ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ഒരു മിതത്വം വേണോ, ഞാൻ പറയണോ എന്നൊക്കെ ഉണ്ട്. പക്ഷെ പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റുമോ? പറയാതെ എങ്ങനെ സത്യം ബോധ്യപ്പെടും ജനങ്ങൾ?